നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാശനി മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അത് മാർച്ച് 28 വരെയാണ്. കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് മാർച്ച് 28 കടക്കുകയാണ്. ഒരു രാശിയിൽ ഏറെക്കാലം നിൽക്കുന്ന ഒരു ഗ്രഹം ശനിയാണ്. 2.5 വർഷക്കാലമാണ് ഏകദേശം ശനി ഒരു രാശിയിൽ നിൽക്കുക. ശനി സ്വക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ നിന്ന് വിട പറയുമ്പോൾ അത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കൂറുകാർക്കും നേട്ടങ്ങളാണോ ഗുണമാണോ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശനി സ്വന്തം രാശിയിൽ നിന്ന് സ്വാത്വിക ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിയിലേക്കാണ് മാറുന്നത്. നല്ലത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാരുടെയും അവരുടെ ഗുണദോഷങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഓരോ രാശിക്കൂറുകാരും അറിഞ്ഞിരിക്കേണ്ട ശനിമാറ്റത്തിന്റെ ഫലങ്ങളും അവർ ഏതൊക്കെ കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പ്രതിപാദിക്കുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം വീഡിയോ നമുക്ക് പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ശനിയുടെ രാശിപ്പകർച്ച മാത്രം കൊണ്ട് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ജാതകം അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ വിലയിരുത്തുക അസാധ്യമാണ്. മറ്റു ഗ്രഹങ്ങളുടെ എല്ലാം ചേർത്ത് വേണം അപ്രകാരം വിലയിരുത്താൻ. ഇത് ശനിയുടെ രാശിമാറ്റ ഫലം മാത്രമാണ് എന്നുള്ള അറിവോടുകൂടി ആയിരിക്കണം ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കേണ്ടത്. ഏതായാലും ശനിയുടെ ഈ മഹാരാശിമാറ്റം ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കൂടുതലായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വിലയിരുത്തുക. ഇപ്പോൾ നമുക്ക് കർക്കിടകക്കൂറുകാരുടെ മഹാശനിമാറ്റത്തിന്റെ ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അഷ്ടമശനിയുടെ ദുരിതങ്ങൾ പേറിക്കൊണ്ട് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ാം ഭാവത്തിലേക്ക് ശനി കയറുകയാണ്. കർക്കിടകക്കൂറുകാർക്ക് നേട്ടമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ശനിയുടെ രാശിമാറ്റം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെയും അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയും പ്രതിപാദിച്ചു പോകാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ശനി 9ാം ഭാവത്തിൽ നിൽക്കുന്നത് വഴി വൈരം, കലഹം, ബന്ധനം, മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം എന്നിവയ്ക്കൊക്കെയുള്ള സാഹചര്യമുണ്ട്. വലിയ മുതൽ മുടക്കുകൾ, പുതിയ സംരംഭങ്ങൾ എന്നിവയൊക്കെ 9ലെ ശനി നിൽക്കുമ്പോൾ വിജയിപ്പിച്ചെടുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക, ആരംഭിക്കാതിരിക്കുക. പ്രത്യേകിച്ച് പണം ചിലവാക്കിയുള്ള കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും പണം ചിലവാക്കുന്നത് ആലോചനയോടുകൂടി വേണം. നല്ലതിനായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. എതിരാളികളെയൊക്കെ കരുതിയിരിക്കുക. സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ കുടുംബാംഗങ്ങളുമായി ആലോചിക്കുക. സന്ദർഭോചിതമായി തീരുമാനങ്ങൾ എടുക്കുക വഴി തലവേദനകളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് അനാവശ്യമായി ഈ കാലത്ത് വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വഴി ആത്മവിശ്വാസം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. എടുത്തിയാട്ടം ഒഴിവാക്കുക. സമഭാവനയോടുകൂടി പെരുമാറുക. അതുവഴി ആദരിക്കപ്പെടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മഹാശനിമാറ്റവുമായി ബന്ധപ്പെട്ട് കർക്കിടകക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.